നാളെ നമുക്ക് ചായൻ്റെ പക്ഷി കൊടുക്കണം. പക്ഷിക്ക് കൊടുത്തോളാം. വീട് നാശാക്കി. മുട്ട ഇട്ടുകൊണ്ട് കൂട്ടിലങ്ങനെ അടുപ്പിക്കുന്നത്. അപ്പൊ വലുതായാലും അതിന് വലിയ സൗകര്യ. ഇത് വലുതാവില്ലേ മീൻ്റെ പുറത്ത് നിന്നും പൂച്ച വെള്ളം കുടിക്കാൻ കഴിച്ചു. വരുന്ന വാസിന്റെ മോള ഇത് പോന്ന നിങ്ങളല്ല ഇതിന് വന്ന രാവിലെ വന്നവർ പറഞ്ഞോട് വിശദീകരിച്ചു കൊടുക്കും. അമ്മോശം കൊടുക്കുന്നത് ചക്കക്കായ് എന്തെങ്കിലും അഞ്ചും വേണ്ട മുട്ടായോടെ കൂട്ടിയേക്കോ. അടിപൊളി ചക്കക്കായ് പക്ഷിക്കൂടുന്നു. നാട്ടിലെ പീടിയാണ് ഗൈസ്, അനാദി പീടിയ, മിനി സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. എത്രയാ? ആണ് തീരെ ഷുഗറാണ്. കത്തിക്കൂല മരങ്ങളെല്ലാം മേടിച്ചു പോവാണ് ഗൈസ്. അബിയു മാവ് മാവിന്റെ ഇല തീരെ ശരിയില്ല കേട്ടാ. നിങ്ങളെ എത്തിക്കേട്ടാ, ഞാൻ ഇതുവരെ എത്തിക്കോളും. നിങ്ങളെ വിട്ടോ, അങ്ങനെ വരുവുള്ളൂ. കുളത്ത് റോട്ടിലെ ഇല്ല ഇല്ല ഞാൻ ലേറ്റ്. നിങ്ങൾ പൈസ എല്ലാം ഉണ്ടു, അതവിടെ എത്തിയ ആളുണ്ട്, അവിടെ പണിക്കാരനുണ്ട്. വളർന്നാ ഞാൻ വരുന്നേട്ടോ, ബാക്കി എന്നാ നോക്കിട്ട് അറിയാം. കുറച്ച് ചെടികളൊക്കെ മേടിച്ചു ഗൈസ്, നമ്മൾ പോവാണ്. എത്തിച്ചൂടാ ജ്യൂസ് കുടിച്ചിട്ട് മൊസംബി ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് എല്ലാം കുടിച്ച് ചൂട് തണുപ്പാണല്ലോ ഗൈസ്. Kalama kayo guys, putik ko. Putik mo kayo. Kalama kayo. Kalama kayo. കരിക്ക് യൂസ് ആണ് ഏടാ, കരിക്ക് യൂസാ? കരിമ്പിൻ ജ്യൂസാ? യൂട്യൂബിൽ ഇങ്ങനെ തിളങ്ങുക കാണുന്നുണ്ടോ യൂട്യൂബല്ലോ? നിങ്ങളുടെ മക്കളോടൊന്നും കാണാൻ പറയണ്ടേ?
കരിമ്പിൻ ജ്യൂസാണ് കഴിച്ചിട്ട് വരുന്നത്. ഞാൻ പണി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ താങ്ക് യു. കരിമ്പിൻ ജ്യൂസ് വേണം നന്നായി. അവരുടെ നാളെ അടിപൊളി കലം കഴിയും ചായ കുടിയും. കലം കഴിയും കാണിച്ചു കൊടുക്കുക കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഇല്ല? ചൂടെല്ലാം മാറിയില്ലേ പണിയെടുത്താ? അടി നാക്കല്ലേ രാജേട്ടാ? ചോറും കറിയെല്ലാം അടിപൊളി എടുത്ത ഉമ്മാൻ്റെ ടേസ്റ്റ് ഉണ്ടോ? ഉമ്മാൻ്റെതാണോ ഓളതാണോ ടേസ്റ്റ്? ഉമ്മാൻ്റെ ടേസ്റ്റാ? നിങ്ങളിപ്പം പറയുന്ന ഓള് കേൾക്കുന്നില്ലല്ലോ, ഓള് ഇവിടെ ഇല്ലല്ലോ. എന്താ ചെയ്യാ? നല്ല മാങ്ങട്ടെ മീൻകറി കൈസ്. ഭക്ഷണം വെച്ചിട്ട് നയക്കവും ഭയക്കവും ഇല്ലല്ലോ ഉമ്മാൻ. അതല്ലേ എപ്പം വെക്കുന്നു. നാട്ടിലെ ചോറിന് വേറെ തന്നെ ടേസ്റ്റാ. പുളി ഏട്ടൻ എങ്ങനാ അഭിപ്രായം? ഏട്ടൻ്റെ അഭിപ്രായം എന്നാ? അടിപൊളിയാ? ഐസോ എത്ര പൂച്ചയുള്ള 3-4 കുട്ടികളുണ്ട് കേട്ടോ. ആ കുട്ടികളല്ലേ? അമ്മയുണ്ട്, പച്ചവരുണ്ട്, ചാറുണ്ട്. മീൻകറി ഹസ്ബി മര്യാദക്കുള്ള ചോറൊന്നും തരൂമ്മ. മര്യാദക്കുള്ള ചോറൊന്നും ഉണ്ടാക്കി തരൂല. ഉണ്ടാക്കും പക്ഷെ അടുത്ത മീനൊന്നും ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാം ഇവിടുന്ന് വരുന്ന മീനല്ലായിരിക്കുമല്ലോ. അടിപൊളി ഫുഡ് ഉണ്ടാക്കും. പിന്നെ യൂട്യൂബ് ചാനലെല്ലാം കാണുന്നല്ല. രാജേട്ടൻ ഒരു വീട് എങ്ങനെ വേണമെങ്കിലും ഭംഗിയാക്കി തരില്ല ചേട്ടാ. ചെടി, പെയിന്റ്, തേപ്പ്, ടൈല്, പിന്നെന്തല്ല കെട്ട് എല്ലാ പണി എടുക്കും അല്ലേ രാജൻ? തേപ്പ് ഗിഫ്റ്റ് സെറ്റിക്കാണ് ഫുൾ ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് സുഖമല്ല മ്യൂസിക്കലി ഇവിടെ കട്ടിടത്തുന്ന ഫുള്ള് കാടാക്കുന്നു. മരങ്ങൾക്കും കാടും ഭയങ്കര ഭംഗിയായിരിക്കും. കാട്ടിലിരിക്കുന്നൊരു ശീലമാണ്. കണ്ടുകഴിഞ്ഞ് ചുറ്റും മരങ്ങൾ ഫുള്ള് സെറ്റാക്കണം. വേപ്പ് ഇതിലൊന്നും വരുന്നില്ലേ? ഞാൻ പിടിക്കണ പിടിച്ച് മാങ്ങ ഉണ്ടല്ലേ? മാങ്ങ ഉണ്ട് ഗൈസ്. മാങ്ങ ഉണ്ട്. മാങ്ങ എടുത്തു. വേറെ ഇതെല്ലാം ഉണ്ടല്ലോ. ഇതല്ലേ നല്ല കളിച്ച മാങ്ങ ഉണ്ട്. മാങ്ങ ഇങ്ങോട്ടാന്നല്ലേ? അല്ല ഇത് സീസണൽ മാങ്ങ ഷമീമ. കൊല്ലത്തിൽ 3 വർഷം മാസം. ഇങ്ങോട്ടാക്കണ്ട. വടി കിട്ടൂല. എന്നാ പ്രൗഡ് മൂമെന്റ്. ലാലുവിന്റെ പോസ്റ്റർ ഇങ്ങനെ കിക്ക് ബോക്സിൽ ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്കൂളിന്റെ മുന്നിലും കോളേജിന്റെ മുന്നിലും അവരിങ്ങനെ അർമാദിക്കുന്ന ആഘോഷിക്കുന്നത് കാണിച്ചു തരുമ്പോൾ ചൂടുകൊണ്ടത് ഗൈസ്. ഗോൾഡ് മെഡൽ ഷാൻസ്ലാൻ മുഹമ്മദ്. എല്ലാം കൂടെ നമ്മള് ഫോട്ടോ എടുക്കില്ലാലോ.
എന്റെ ഓറഞ്ച് ജ്യൂസ് കേട്ടോ. ഒരു ഓറഞ്ച് എനിക്ക് ആവശ്യമാണോ? ആ ജ്യൂസ് ടേസ്റ്റ് ആ ചോർക്കാട്ടിൽ നമ്പർ 1 ഷവർമ ഗൈസ്. നല്ല അടിപൊളി സാധനം അല്ലേ? ഓറഞ്ച് ജ്യൂസ് ഗൈസ്, പൊടി ജ്യൂസ്. ഷുഗർ കട്ടിയതുകൊണ്ട് പാലൊന്നും വരാത്തട്ടാ. എന്ത് കഥ പറപ്പ? കഥകള് കേൾക്കുക ആൾക്കാർ. ഓർമ്മകള് വേണ്ട, ഒരു കഥകളും പറയണ്ട. ഓക്കെ അട വച്ചൂല, അട വച്ചും ബൈക്കല്ല ഇറക്കി തന്നെ. ഇതാണ് നായകൻ. എന്നോട് എന്താ ബിബീസ എന്താ പറഞ്ഞ? നല്ല സ്ക്രിപ്റ്റ് അല്ലേ വിളിച്ച? ലോക്കലിലത് ഞാൻ അഭിനയിക്കൂല, എന്നെ ലോക്കലിലത് ഞാൻ അഭിനയിക്കൂല. നല്ല സ്ക്രിപ്റ്റ് വേണം. കണ്ട ഗായ്സ്, അമ്മോഷനായിട്ട് വൈബടിച്ച് വിളിച്ചിരിക്കുന്നത്. ബഷീർ താരം വീട്ടിലാണ് ഫുഡ് കഴിക്കാണ്. മോനോടൊപ്പം രാത്രി നട്ടപ്പാതിര തട്ടുകട. ഇനിയില്ല ഇച്ചി വടകര തട്ടുകട നട്ടപ്പാതി. പെൺകുട്ടികൾ വിഷയക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ മാറിപ്പോയാലോ? പാടും. ഒന്നുള്ള പൊറോട്ട അല്ല, നെയ്പ്പത്തില് പൊറോട്ട മിക്സ് എടുത്തോ? പൊറോട്ട ആ 4 എടുത്തോ. പാട് പാട്ടോടെ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കും. സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കും. ഗുരുവാ പറ നീ എവിടെ ഞാൻ എല്ലാം കൂടി സ്റ്റാർ ആക്കി നോക്കുമ്പോ എനിക്കിപ്പോ അഹങ്കാരം അല്ലേ? സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അഭിനയിക്കും. ഞാൻ ശാലു വെച്ച് സ്റ്റാർ ആവടാ. ഡോണ്ട് വറി. അവന്റെ റീല് കണ്ടിരിക്കുന്ന ആളാ. നാളെ വടകര തട്ടുകടയുള്ള 60 കഴിച്ച എണ്ണയൊന്നുമില്ല. ശാലു കഴിക്കും. സ്ക്രിപ്റ്റ് വേണല്ല മുബശ്ശിറ? ആ സ്ക്രിപ്റ്റ് ഏതെങ്കിലും ഒന്നില്ല അഭിനയിച്ച് നീ കാണിക്കട്ടാ. ഞാനും വിളിച്ചിട്ട് ഇത്ര സ്റ്റാൻഡേർഡ് ആയിട്ടും കാര്യമില്ല, എനിക്കാവൂല. ഉള്ളിലത്തെ പുറത്ത് കൊണ്ട്. പക്ഷെങ്കിലേ എന്നോട് സ്ക്രിപ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് വന്നില്ല. അതോടെ ഞാൻ വിട്ടു മോനെ. അതോടെ ഞാൻ വിട്ട് ഞാൻ ആയിക്കോ സ്ക്രിപ്റ്റ് ഉള്ള ആളെടുത്ത് പോയിട്ടു എല്ലാം ആയിക്കോ. നമുക്കൊരു പരാതി ഇല്ലാലോ. സ്ട്രോങ് ആയിട്ട് വിളിച്ച ഫോട്ടോ നിങ്ങള് കഴിഞ്ഞ കൊല്ലം നിങ്ങള് തകർത്തടിച്ചല്ലേ? ആയിക്കോട്ടെ. പിന്നെ ഇത് ഇട്ടിട്ട് ഇങ്ങനെ നമുക്ക് ഭയങ്കര പൈസ. ഇത് ഫ്രഷ് മിൽക്ക് തന്നെയാ? പാലിന്റെ കളർ ഇങ്ങനെ ബന്ധോണ്ടിരിക്കല്ലേ? ഞാൻ കഴിക്കണം മര്യാദ. ഇതിൽ കിടന്നിങ്ങനെ ബന്ധോണ്ടിരിക്കല്ലേ? അപ്പൊ അങ്ങനെ ഉണ്ടാവും. ഇളക്കിയെടുത്ത മേലെ നിന്നങ്ങ് മാറ്റിയെടുക്കും. പാലിന്റെ കൂടെ ഒന്നും മിക്സ് ചെയ്യുന്നൊന്നുമില്ല. കളറിനെന്തോ ഒരു വ്യത്യാസം. വടകര ടൗണിൽ തട്ടുകട 2 മണി. പിടിച്ചോടി
മണിമുത്ത് കരളെ അമ്മൾ ഇറക്കി തരല അല്ലെങ്കിൽ എടുത്തോട്ടാണ് എടുത്തോട്ട് നല്ല ചിക്കൻ എല്ലാം കഴിച്ച് പുരയിലേക്ക് ഓഫ് റോഡ് നേരെ താട്ട് അല്ലാണ് മുട്ട ഇതൊന്നല്ല ഇനി 1.5-2 കിലോമീറ്റർ കൂടി ഉണ്ട് അടിച്ചു വിട്ടോ ഏത് മൂട്ട് കുറച്ച് ദിവസം മുന്നേ ഇവിടെ ഇറക്കി തരുമ്പോ ഓലൊക്കെ ഇറക്കി തന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇതിലൂടെ നടന്നിട്ട് വരണെങ്കിൽ ആരെങ്കിലും കുട്ടികളെ ഇറക്കി തരണ്ട അല്ല ഇനി ആളോടെല്ലാം വീട്ടിലും വന്നിട്ട് രാത്രി അതല്ല അന്നേരൊക്കെ ഇതില് ഒറ്റക്ക് തന്നെ നടന്നു ഇതാ വീടിതാ വീടിതാ എന്തിതാ വിളക്ക് കണ്ടെത്തുന്ന വിളക്ക് പുറത്തിട്ടിട്ടുള്ള ഇപ്പൊ ഫുള്ളടിച്ചിട്ടോ അള്ളാണ് മച്ച ഞാൻ പറഞ്ഞെങ്കിൽ എന്റെ അളവ് റെഡിയാ പറ്റേ എന്റെ ഓരോ ഇത് ഇഷ്ടം പറയാനായി പാടും പാട്ടാണോ നിന്നെ കാണാനായി തേടും ഞാനും എന്റെ കണ്ണിൻ മുന്നിൽ കണിയായി നീ വാ നിന്നെ കാണാനായി തേടും ഞാനും എന്റെ കണ്ണിൻ മുന്നിൽ കണിയായി നീ വാ തൂവൽ പോലെ തഴുകുന്നെന്നെ ആരോ പ്രേമക്കാറ്റാൽ മെല്ലെ തൊട്ടതാരാ കാതൽ കൊള്ളുന്നെന്തേ ഇഷ്ടം പറയാനായി പാടും പാട്ടാണോ നിന്നെ കാണാനായി തേടും ഞാനും എന്റെ കണ്ണിൻ മുന്നിൽ കണിയായി നീ നാടൻ മുട്ട മാങ്ങ ഫ്രഷ് മാങ്ങ ഗൈസ് ചൊന്ന പൊട്ടുന്ന മാങ്ങ ഗൈസ് ആ വീട്ടിൻ്റെ 2ാം നിലയിൽ നിന്നും ഇത് ഷെമി ലത്തീഫിൻ്റെ വീട് ഇത് സിറാജിൻ്റെ സാറാ ജനാത്ത്